السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, റഹ്മാനായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന ഒരു മജ്ലിസിൽ ഒരുമിച്ചിരിക്കാൻ അള്ളാഹു നമ്മൾക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു അവസ്ഥയെ അനുകൂലമാക്കിയ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് പഠനവിധേയമാക്കുന്ന ക്ലാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമത്തെ കുറിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. അസ്സലാം എന്നുള്ള ശ്രദ്ധേയമായ ഒരു നാമം. അള്ളാഹുവിൻ്റെ അസ്സലാം എന്നുള്ള ഈ നാമം അർത്ഥമാക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാം എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്ന വാക്കിനൊരർത്ഥമുണ്ട്. സമാധാനം, സുരക്ഷ എന്നൊക്കെ അർത്ഥം വരുന്ന നാമമാണ് അസ്സലാം. അസ്സലാം എന്നാൽ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായവനാണ് അള്ളാഹു. അതുപോലെ തന്നെ മനുഷ്യരായ നമുക്കെല്ലാം നിർഭയത്വവും സമാധാനവും സുരക്ഷയും പ്രദാനം ചെയ്യുന്നവനാണ് അള്ളാഹു. അതാണ് അസ്സലാം. അള്ളാഹു മനുഷ്യരെ ക്ഷണിക്കുന്നത് തന്നെ സുരക്ഷയുടെ, നിർഭയത്വത്തിന്റെ, സമാധാനത്തിന്റെ വഴിയിലേക്കാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ ലോകത്തിന്റെ പല കോണുകളിലേക്ക് പറഞ്ഞയച്ചത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്. ശാന്തിയുടെ, നിർഭയത്വത്തിന്റെ, സമാധാനത്തിന്റെ റൂട്ടിലേക്കാണ് അള്ളാഹു നമ്മെ എല്ലാം ക്ഷണിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്താണ് ഈ നാമം വന്നിട്ടുള്ളത്. ഖുർആനിൽ സൂറത്തുൽ ഹശ്ർ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു അൽ ഖുദ്ദൂസു അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ.
ഈ ആയത്ത് പറയുന്ന ഭാഗത്താണ് അല്ലാഹുവിന്റെ അസ്സലാം എന്ന് പറയുന്ന നാമം വന്നിട്ടുള്ളത്. ഖുർആനിൽ മറ്റെവിടെയും ഈ നാമം വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഈ നാമം ഒരുപാട് സ്ഥലങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കുന്നാ ഇദാ സ്വല്ലൈന ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ കുന്ന ഞങ്ങൾ പറയാറുണ്ട്, അസ്സലാമു അലാ ജിബ്രീൽ വ മീകായിൽ, ജിബ്രീലിനും മീകായിലിനും സലാം ഉണ്ടാകട്ടെ, ശാന്തിയും നിർഭയത്വവും സുരക്ഷയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഇത് സഹാബികൾ ചൊല്ലിയിരുന്നത് നമസ്കാരത്തിലെ തശഹുദിലാണ്. അസ്സലാമു ഫുലാൻ അലാ ഫുലാൻ, ഇങ്ങനെ ഓരോ വ്യക്തികളുടെ പേരെടുത്തുകൊണ്ടും അവരിങ്ങനെ അസ്സലാം അസ്സലാം എന്ന് പറയാറുണ്ട്. ഫൽതഫത് ഇലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളുടെ നേരെ മുഖം തിരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളുടെ നേരെ മുഖം തിരിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഹുവസ്സലാം, തീർച്ചയായും അല്ലാഹു അവനാകുന്നു അസ്സലാം. ഫഇദാ സ്വല്ലാ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ തശഹുദിൽ അവൻ പറയേണ്ടത് നിങ്ങൾ പറയുന്നത് പോലെയല്ല. പിന്നെ എന്താ പറയേണ്ടത്? അത്തഹിയാത്തു ലില്ലാഹ് വസ്സലാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഭിവാദ്യങ്ങളെല്ലാം അല്ലാഹുവിനാണ്, നന്മകളും അനുഗ്രഹങ്ങളും അവനുള്ളത് മാത്രമാണ്. പ്രവാചകരെ, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ, നമ്മുടെ മേലും നല്ലവരായ സച്ചരിതരായ അടിമകളുടെ മേലും അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്നാണ് അത്തഹിയാത്തു വസ്സലാത്തു വത്തയ്യിബാത്ത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അർത്ഥം. ഇത് പറഞ്ഞു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബികളോട് പറയുകയാണ്, ഫഇന്നകും ഇദാ ഖുൽതുമൂഹ, ഇങ്ങനെ നിസ്കാരത്തിൽ നിങ്ങൾ പറഞ്ഞാൽ, അത്തഹിയാത്തുൽ മുബാറകാത്തു എന്നൊക്കെ നമ്മൾ ചൊല്ലുന്ന ആ വരികൾ നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലിയാൽ, അസ്വാബത്തു കുല്ല അബ്ദിൻ ലില്ലാഹി സ്വാലിഹിൻ ഫിസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മുഴുവൻ ദാസന്മാർക്കും ഈ പ്രാർത്ഥന ലഭിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ലഭിക്കുകയായി എന്നവിടുന്ന് പറഞ്ഞു. കാരണം എന്താണ്? ആ പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെന്താ പറയണേ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഒരു വിശ്വാസി വിശാല ഹൃദയനാണെന്ന് തെളിയിക്കുന്ന പ്രാർത്ഥനയാണത്. അവൻ അവന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ അവന്റെ കൂടെയുള്ള വിശ്വാസികൾക്കും നന്മ ചെയ്യുന്നവർക്കും ഒക്കെ അവൻ പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഈ ഇബാദില്ലാഹി സ്വാലിഹീനിൽ ആരൊക്കെ പെടും? ഭൂമിയിലെ നല്ല മനുഷ്യർ പെടും, ആകാശങ്ങളിലുള്ള മലക്കുകളും പെടും. അതുകൊണ്ട് റസൂൽ പറഞ്ഞത്, നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആകാശങ്ങളിലുള്ളവർക്കും ഭൂമിയിലുള്ള നല്ലവർക്കും നിങ്ങളുടെ പ്രാർത്ഥന ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇന്ന് നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചപ്പോൾ നമ്മളെല്ലാവരും ആകാശത്തുള്ള മലക്കുകൾക്ക് വേണ്ടിയും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതും പറഞ്ഞുകൊണ്ടാണ് ഹബീബായ പ്രവാചകൻ അത് അവസാനിപ്പിച്ചത്. ഈ ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് എന്താ മനസ്സിലായത്? ഇത് കേട്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി?
ഇന്നല്ലാഹ ഹുവസ്സലാം. തീർച്ചയായും അസ്സലാം ആരാണ്? അല്ലാഹുവാണ്. ഇന്നല്ലാഹ ഹുവസ്സലാം. തീർച്ചയായും അല്ലാഹു അവനാകുന്നു അസ്സലാം എന്നാണ് മനസ്സിലായത്. അസ്സലാം എന്ന് പറഞ്ഞ എന്താണ്? അതിന്റെ അർത്ഥം സുരക്ഷ, നിർഭയത്വം, സമാധാനം എന്നൊക്കെയാണ്. അപ്പൊ അല്ലാഹു അവൻ ആ പേര് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിർഭയത്വത്തിന്റെ വിഷയത്തിൽ പൂർണ്ണത വരിച്ചവനാണ് അല്ലാഹു. സമാധാനത്തിന്റെ വിഷയത്തിൽ പൂർണ്ണത വരിച്ചവനാണ് അല്ലാഹു. സുരക്ഷയുടെ വിഷയത്തിൽ പൂർണ്ണത വരിച്ചവനാണ് അല്ലാഹു. അപ്പൊ പൂർണ്ണത വരിച്ചവനായ അസ്സലാം എന്ന് പറയുന്ന റബ്ബ് നമുക്കത് നൽകിയാലേ നമുക്ക് സുരക്ഷയുണ്ടാവുകയുള്ളൂ, നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ, നമുക്ക് ശാന്തി ഉണ്ടാവുകയുള്ളൂ. ഒരു മനുഷ്യന് നിർഭയത്വമില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയുക? ഒരു മനുഷ്യന് എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, വാഹനമുണ്ട്, സൗകര്യങ്ങളുണ്ട്, അവന് സമാധാനമില്ലെങ്കിലോ, ശാന്തിയില്ലെങ്കിലോ? അപ്പൊ ഇത് മനുഷ്യർക്ക് പ്രദാനം ചെയ്യുന്നവനാകുന്നു അസ്സലാം എന്ന് പറയുന്ന അല്ലാഹ്. അതാണ് ആ നാമം കൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്. അതുപോലെ മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ ഞങ്ങൾ നമസ്കരിക്കുമ്പോൾ പറയാറുണ്ട് അസ്സലാമു അലല്ലാഹ്. സഹാബികൾ പറയാണ്, റസൂലിന്റെ ബാക്കിൽ ഞങ്ങൾ നമസ്കരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയും അസ്സലാമു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ സലാം ഉണ്ടാകട്ടെ, അല്ലാഹുവിന്റെ മേൽ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് പറഞ്ഞപ്പോൾ ഇത് കേട്ട ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു ഇന്നല്ലാഹ ഹുവസ്സലാം, ഇന്നല്ലാഹ ഹുവസ്സലാം വലാകിൻ ഖൂലു. അതുകൊണ്ട് നിങ്ങൾ ഇത് പറയരുത്. എന്ത് പറയണം? എന്ത് പറയണം? അല്ലാഹു ആകുന്നു അസ്സലാം. അതുകൊണ്ട് അല്ലാഹുവിന് സമാധാനം ഉണ്ടായിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, രക്ഷ ഉണ്ടാകട്ടെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് പറയണം? അത്തഹിയാത്തു ലില്ലാ വസ്സലാത്തു വത്വയ്യിബാത്തു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന വീണ്ടും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ നമസ്കാരത്തിൽ ആദ്യകാലത്ത് സഹാബികൾ എന്താ പറഞ്ഞിരുന്നത്? ഇന്നല്ലാഹ ഹുവസ്സലാം എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ ഇനി ചൊല്ലണ്ട, ഇനി ചൊല്ലേണ്ടത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി അസ്സാലിഹീൻ എന്നാണ് ഇനി നിങ്ങൾ ചൊല്ലേണ്ടത് എന്ന് സഹാബത്തിന് അവിടുന്ന് തിരുത്തി കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇതിൽ വന്ന ഒരു നാമമാണ് അസ്സലാം. ഹബീബായ പ്രവാചകന്റെ ആദ്യ ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം ശ്രദ്ധേയമാണ്. അത്രത്തോളം ദീനി നിഷ്ഠയുള്ള ഭാര്യയായിരുന്നു അവർ. അതുകൊണ്ടല്ലേ ജബലന്നൂറിന്റെ മുകളിൽ നിന്ന് ശക്തമായ ബേജാറുണ്ടായപ്പോ ആ മല കണ്ട ആളുകൾക്കറിയാം, അതിന്റെ മേലെന്ന് മെല്ലല്ലാതെ ഇറങ്ങാൻ കഴിയില്ല. കുത്തനെയുള്ളൊരു മലയാണ് ജബലന്നൂർ. ആ ജബലന്നൂറിന്റെ മേലെന്ന് ജിബ്രീലുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് ഓടി ഇറങ്ങണമെങ്കിൽ അത്രയും ബേജാറായിരിക്കണം. ഒരാൾക്ക് ഓടി ഇറങ്ങാൻ കഴിയില്ല. എന്ത് പറഞ്ഞിട്ടാണ്, എവിടേക്കാണ് ഓടിയത് എന്നൊക്കെ നമ്മൾ ഒരു മിനിറ്റ് ചിന്തിക്കണം. എനിക്ക് ഈ ബേജാറിൽ നിന്ന് രക്ഷ നൽകാൻ, കുറച്ച് ശാന്തി കിട്ടാൻ എൻ്റെ ഖദീജയുടെ അരികിൽ പോയാൽ മതി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഖദീജയിലേക്ക് റസൂൽ ഓടിച്ചത്. എന്ത് പറഞ്ഞിട്ടാ ചെന്നത്? ജമ്മിലൂനി യാ ഖദീജ, ഖദീജ നീ എന്നെ പുതപ്പിട്ട് മൂടൂ എന്നാണ്. ഖദീജ ഈ പുതപ്പ് അവിടെയുണ്ടെന്ന് പറയല്ല ചെയ്തത്. പുതപ്പ് കൊണ്ടേ കൊടുത്തുന്ന പുതച്ചോ എന്നല്ല പറഞ്ഞത്. പുതപ്പ് ചോദിച്ചു, പുതപ്പെടുത്തു, പുതപ്പുമായി ചെന്നു, പുതച്ചു കൊടുത്തു, അരികിലിരുന്നു, സമാധാനപ്പെടുത്തി. അല്ലാഹു ലാ യുഹ്സികല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ ഒരിക്കലും സങ്കടപ്പെടുത്തുകയില്ല. ക്വാളിറ്റികൾ പറഞ്ഞു. നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാണ്, യതീമുകളുടെ സങ്കടത്തിന്റെ വിലയറിയുന്നവനാണ്, കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് എന്നൊക്കെ ഖദീജ ബീവി പറഞ്ഞപ്പോ ആ ബേജാറിൽ നിന്ന് രക്ഷ കിട്ടിയാർക്ക്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ ഖദീജ ബീവിയുടെ ക്വാളിറ്റികൾ പറയുകയാണെങ്കിൽ തീരുമോ? ഖദീജ ബീവിയുടെ വിഷയം പറയുന്ന ഭാഗത്ത് കാണാം, നല്ല കൂർമ്മ ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു അവർ. ഒരു വാക്ക് പറയുമ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ട് സംസാരിച്ചുകൊള്ളിരുന്നു. മാത്രമല്ല അവരുടെ മഹത്വം അത് ശ്രദ്ധേയമാണ്. നമുക്ക് കാണാം, ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു.
ആ സമയത്ത് റസൂലുള്ള അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ജിബ്രീൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അപ്പൊ ജിബ്രീലിനെ കാണാവുന്ന രൂപത്തിൽ ഖദീജ ബീവി ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട്. നബിക്ക് കാണാം, നബി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ ഖദ് അതത്. നബിയെ, ഖദീജ വരുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ ഖദീജ വരുന്നുണ്ട്. വമഅഹ ഇനാഉൻ ഫീ ഇദാം. അവരുടെ കയ്യിൽ ഒരു പാത്രത്തിൽ കുറച്ച് കൂട്ടാനുണ്ട്, കറിയോ കൂട്ടാനോ എന്തൊരു സാധനം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തൊരു കാര്യമാണ് ജിബ്രീൽ പറഞ്ഞു കൊടുക്കണം. ഖദീജ ബീവി വരുന്നുണ്ട്, നിങ്ങൾക്കത് കാണൂല, ഞങ്ങൾ ബാക്കിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ജിബ്രീൽ റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഫഇദാ ഹിയ അതത്ക. അവർ നിങ്ങളുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ ഫഖറ അലൈകി അസ്സലാം മിർ റബ്ബിഹ. അവർ വന്നു കഴിഞ്ഞാൽ ഖദീജയോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ ഭാര്യയോട് പറയണം, എന്ത്? അവർക്ക് അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള സലാമുണ്ട്. അല്ലാഹു സലാം പറഞ്ഞ ലോകത്തിലെ ആലം ദുനിയാവിലെ ഏക സ്ത്രീയാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ അത് പറയുന്നുണ്ട്. കൂട്ടത്തിൽ ജിബ്രീൽ ഇത്ര കൂടി പറഞ്ഞു, അല്ലാഹുവിന്റെ സലാം മാത്രമല്ല ഖദീജക്കുള്ളത്, മിന്നി, എന്റെ സലാം കൂടി ഖദീജയോട് പറയണം എന്ന് മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം പറയാം. ജിബ്രീൽ അലൈഹിസ്സലാമയെ കുറിച്ച് ഹദീസിൽ വന്ന എന്താ? 600 ചിറകുണ്ടെന്നാണ്. ആ 600 ചിറകിന്റെ ഒരു ചിറകിന്റെ വലിപ്പം എത്രയാ? ആകാശം മുട്ടയാണ്. ഒരു ഇളം പച്ച കളറിലാണ് ജിബ്രീലിന്റെ ചിറകുകളെ ഞാൻ കണ്ടത് എന്നും അവിടുന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ജിബ്രീലാണ് പറയുന്നത്, എന്റെ റബ്ബിന്റെയും എന്റെയും സലാം നിങ്ങളുടെ ഭാര്യക്ക് കൊടുക്കണം. അങ്ങനെ ഖദീജ ബീവി അടുത്തെത്തിയപ്പോൾ ജിബ്രീൽ അപ്പോഴേക്ക് പോയി ഖദീജയോട് റസൂലുള്ളാഹി പറഞ്ഞു, വബശ്ശിർഹ. ഒരു കാര്യം കൂടി ജിബ്രീൽ പറഞ്ഞു, വബശ്ശിർഹ, അവരോട് സന്തോഷ വാർത്ത അറിയിക്കണം. ബിബൈത്തിൻ ഫിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗത്തിലൊരു വീടുണ്ട്, സ്വർഗ്ഗത്തിലൊരു വീടുണ്ട് എന്നും അറിയിച്ചു കൊടുക്കണം. എങ്ങനെയുള്ള വീടാണ്? മിൻ ഖസബിൻ ലാ ഖസബ ഫീഹി വലാ നസബ. അതായത് ഒരു മുത്തു കൊണ്ടുണ്ടാക്കിയ, മുത്തു തുരന്നുണ്ടാക്കിയ കൊട്ടാരമാണത്. ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്താണ്? അതിൽ ശബ്ദ കോലാഹലങ്ങളില്ല, ശബ്ദം കൊണ്ടുള്ള ഡിസ്റ്റർബൻസുകൾ അതിലില്ല, ക്ഷീണമോ പ്രയാസമോ ആ കൊട്ടാരത്തിൽ അനുഭവപ്പെടുകയില്ല. അങ്ങനെയുള്ള വീട് നിങ്ങളുടെ ഭാര്യയായ ഖദീജക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഖദീജ റളിയല്ലാഹു അൻഹ നബിയുടെ അടുത്ത് എത്തിയപ്പോ നബി ഖദീജയോട് പറഞ്ഞു, ഇന്നല്ലാഹ യുഖരിഉ ഖദീജത്തസ്സലാം. ഖദീജ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ജിബ്രീൽ എത്തിച്ചു തന്നിട്ടുണ്ട്, ജിബ്രീലും നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എന്താ ഖദീജ ബീവി പറഞ്ഞറിയോ? അതുകൊണ്ടാണ് അവരുടെ ബുദ്ധി കൂർമ്മതക്ക് ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ ഇത് ഉദ്ധരിക്കുന്നത്. കുറെ കാര്യങ്ങൾ അവരുടെ പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ ഒന്നെന്താണ്? അവർ ശ്രദ്ധയോടെ അതിനെതിരെ പ്രതികരിച്ചു. അതിനെതിരെയല്ല, അത് കേട്ടപ്പോൾ പ്രതികരിച്ചു. എന്താ പ്രതികരിച്ചത്? ഇന്നല്ലാഹ ഹുവസ്സലാം. ഖദീജ ബീവി പറയാണ്, ഇന്നല്ലാഹ ഹുവസ്സലാം, തീർച്ചയായും അല്ലാഹു അവനാകുന്നു അസ്സലാം. വഅലാ ജിബ്രീൽ അസ്സലാം വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രക്ഷയും സമാധാനവും അല്ലാഹുവാണ്, ജിബ്രീലിന്റെ മേലും അതുണ്ടാകട്ടെ, അദ്ദേഹത്തിന്റെ മേൽ അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്നൊക്കെ ഖദീജ ബീവി തിരിച്ചു പ്രതികരിച്ചു. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ സംഭവത്തിൽ നിന്ന്. എന്താണെന്നറിയോ? ഒന്ന്, ഖദീജ ബീവിയുടെ സ്ഥാനവും മഹത്വവും അറിയിക്കുന്ന സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദം സന്തതികളിൽ ഒരാൾക്കും കിട്ടാത്ത സൗഭാഗ്യമാണ് റബ്ബിന്റെ സലാം. അത് അല്ലാഹു കൊടുത്തയച്ച ഏക സ്ത്രീയാണ് ഖുവൈലിദിന്റെ മകൾ ഖദീജ. മക്കയിലെ സമ്പന്ന ബിസിനസ്സുകാരി, ഹബീബിന്റെ ആദ്യ ഭാര്യ, റസൂലുള്ളാഹിയുടെ എല്ലാ കുട്ടികളും പിറന്ന ഭാര്യ. ആ ഖദീജ ബിയെ കുറിച്ച് പറയുന്നത് അവർക്ക് അവരുടെ മഹത്വവും സ്ഥാനവും അർഹിക്കുന്നതാണിത് കേട്ടോ. രണ്ടാമത്തത്, ഈ സലാം കേട്ടപ്പോൾ ഖദീജ ബിവി പ്രതികരിച്ച രൂപം ശ്രദ്ധേയമാണ്. ഈ ഹദീസിന്റെ വിഷയത്തിൽ ഈ രണ്ട് പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഖദീജ ബീവി അള്ളാഹുവിന് സലാം എന്നല്ലല്ലോ പറഞ്ഞത്, അള്ളാഹു ആകുന്നു അസ്സലാം എന്നാണ്. അതാണ് അവിടെ അവരുടെ ബുദ്ധികൂർമ്മക്ക് ഉദാഹരണമായി പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അസ്സലാം എന്ന നാമത്തെ അറിയിക്കുന്ന ഒരു സംഭവമാണത്.
മറ്റൊരു സംഭവത്തിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ റസൂലിന്റെ ഏക കന്യകയായ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവത്തിൽ നമുക്ക് കാണാം, ഒരിക്കൽ ആയിഷയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ ഹാദാ ജിബ്രീൽ യഖറഉ അലൈകി സലാം. ആയിഷ, ജിബ്രീൽ ഇതാ നിങ്ങൾക്ക് അസ്സലാം, അദ്ദേഹത്തിന്റെ സലാം നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് പറഞ്ഞു, വ അലൈഹിസ് സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു തറാ മാ ലാ നറാ യാ റസൂലല്ലാഹ്. ജിബ്രീലിന് അസ്സലാം എന്ന് ആയിഷ ബിവിയോട് തിരിച്ചു മറുപടി പറഞ്ഞു എന്നാണ്. നബിയെ, ഞങ്ങൾ കാണാത്തത് പലതും നിങ്ങൾ കാണുന്നുണ്ടല്ലേ എന്നും ആയിഷ ബിവി തിരിച്ച് ചോദിക്കുകയുണ്ടായി. അല്ലേ? ഈ സംഭവം കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവണേ? അള്ളാഹുവിൻ റസൂൽ പറഞ്ഞില്ലേ, ഞാൻ കണ്ടതെല്ലാം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഞാൻ കണ്ടതെല്ലാം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ലളഹിത്തും ഖലീല വലബകൈതും കസീറ. നിങ്ങൾ ജീവിതത്തിൽ അല്പം മാത്രമേ ചിരിക്കുകയുള്ളൂ, ധാരാളം ധാരാളം കരയുമായിരുന്നു എന്നാണ്. അപ്പൊ ആയിഷ ബീവി അത് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയുണ്ടായി എന്നുള്ളതാണ്. പറഞ്ഞു വന്നത്, എല്ലാ കുറവുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പോരായ്മകളിൽ നിന്നും രക്ഷപ്പെട്ട അസ്സലാമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് അവന് ആ പേര് സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഇമാം മുസ്ലിം സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ സ്വറഫ മിൻ സ്വലാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ, വിരമിച്ചു കഴിഞ്ഞാൽ, ഇസ്തഗ്ഫറ സലാസ, 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. എന്നിട്ട് അവിടുന്ന് ഉടൻ പറഞ്ഞിരുന്ന വാക്കാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. നമ്മളൊക്കെ സാധാരണ ചൊല്ലാറുള്ള ഒരു ദിക്റാണ്, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ, നീയാകുന്നു അസ്സലാം, നിന്നിൽ നിന്നാകുന്നു അസ്സലാം, തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം, നീ അനുഗ്രഹപൂർണനാണ് എന്ന് എല്ലാ നിസ്കാരത്തിന്റെ അവസാനങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചു. ഇതെന്തിനാ പറഞ്ഞത്? ഈ പ്രാർത്ഥനയിലും അള്ളാഹുവിന്റെ അസ്സലാം എന്ന് പറയുന്ന നാമം കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയാനാണ്. അപ്പൊ ഈ വാക്കുകൾ നമ്മൾ ചൊല്ലുമ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കേവലം ഒരു പ്രസ്താവനയല്ല, ഇത് കേവലം ഒരു പ്രസ്താവനയല്ല, നേരെ മറിച്ച് ഇതൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അൻതസ്സലാം എന്ന് പറഞ്ഞാല് അതിൽ ശരിക്കും അതിന്റെ അർത്ഥം വായിക്കുമ്പോൾ എവിടെയാണ് ശരിക്കും അതിലൊരു പ്രാർത്ഥന വരുന്നത്? അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടോ അതില്? അല്ലാഹുമ്മ അൻതസ്സലാം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവേ, നീയാകുന്നു അസ്സലാം, അത് പ്രാർത്ഥനയാണോ? വമിൻകസ്സലാം, നിന്നിൽ നിന്നാകുന്നു അസ്സലാം, അത് പ്രാർത്ഥനയാണോ? തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം, നീ അനുഗ്രഹപൂർണനാണ്, അത് പ്രാർത്ഥനയാണോ? അല്ല. പക്ഷെ പണ്ഡിതന്മാർ ഇതിനെ ഉദ്ധരിച്ചു പറയാണ്, ഇതൊരു ദുആയാണ്. ഏതുപോലെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, കഴിവോ ശക്തിയോ നിന്നെ കൊണ്ടല്ലാതെ ഇല്ല. അത് പ്രാർത്ഥനയാണോ ദിക്റാണോ? പ്രാർത്ഥനയാണ്, ദിക്റല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയെ കുറിച്ച് റസൂൽ പറഞ്ഞത്, അത് പ്രാർത്ഥനയുടെ സ്വഭാവം അതിലില്ലെങ്കിലും അതൊരു പ്രാർത്ഥനയാണ്. കഴിവോ ശക്തിയോ നിന്നെ കൊണ്ടല്ലാതെ ഇല്ല, അതാണ് അതിന്റെ അർത്ഥം. അതൊരൊറ്റ പ്രാവശ്യം ചൊല്ലിയുടെ കൂലി എന്താ? കെൻസും മിൻ കുനൂസിൽ ജന്ന എന്നാണ്, സ്വർഗത്തിലെ നിധിയാണ്. അത് ചൊല്ലിയാൽ അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു ട്രഷർ, ഒരു നിധി ഒരുക്കി വെക്കുമെന്നാണ്. അപ്പൊ അത് ചൊല്ലാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. സദസ്സെന്ന് കേൾക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും, പിന്നെ പുറത്തിറങ്ങി നമ്മള് മറക്കും. അതാണ് നമ്മളെ കൊണ്ട് മറപ്പിക്കും ആര്? നമ്മുടെ ശത്രുവായ ശൈത്താൻ. ദിക്റുകൾ അധികരിപ്പിക്കേണ്ടവരാണ് നമ്മൾ, കേട്ടോ. അപ്പൊ പ്രാർത്ഥനയായിട്ട്, കാരണം എന്താ? പണ്ഡിതന്മാർ പറയുന്നത് കാണാം, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഹയ്യ അലൽ സ്വലാഹ് എന്ന് പറയും, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയും. അപ്പൊ എന്താ നമ്മൾ മറുപടി കൊടുക്കുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, കഴിവോ ശക്തിയോ നിന്നെ കൊണ്ടല്ലാതെ ഇല്ല, അതുകൊണ്ട് നീ കഴിവ് തന്നാൽ മാത്രമേ എനിക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ, വിജയിയാകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അതിനുള്ള തൗഫീക്ക് നൽകണേ എന്നാണ് പറയണത്.
അതേപോലെ പ്രാർത്ഥനയുടെ സ്വഭാവങ്ങളൊന്നും ഇതിലില്ലെങ്കിലും ഇതൊരു പ്രാർത്ഥനയാണ്. അപ്പൊ ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ പറയേണ്ട ഒരു കേവലം പ്രസ്താവനയല്ല, ദുആയാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം. ഈ നിസ്കാര ശേഷം നമ്മൾ ചൊല്ലുന്ന ആ ദുആ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. എന്താണ് അതിലൂടെ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ, രക്ഷയും സമാധാനവും ഒക്കെ നിന്നിൽ നിന്ന് കിട്ടേണ്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് അത് ഞങ്ങൾക്ക് എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹീഹുൽ ജാമിഉൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി സഹീഹായി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, ഇന്നസ്സലാം ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്. ഇന്നസ്സലാം ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ്. അസ്സലാം എന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. മാത്രമല്ല ഫഅഫ്ശൂഹു ബൈനക്കും, അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ അതിനെന്ത് ചെയ്യണം? ധാരാളം വ്യാപിപ്പിക്കണം. എന്തിനെ? അസ്സലാമിനെ. ഈ ഹദീസിന്റെ വേറൊരു റിവായത്തിൽ കാണാം, അസ്സലാമു ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹ് വലഅഹു അല്ലാഹു ഫിൽ അർള്. ഇത് അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണെന്ന് മാത്രമല്ല, അള്ളാഹു അത് ഭൂമിയിൽ നിശ്ചയിച്ചു എന്ന് പറഞ്ഞെന്താ? അള്ളാഹു അത് ഭൂമിയിൽ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? സലാമിന്റെ രൂപം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് ഭൂമിയിൽ വ്യാപിപ്പിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞു. ഭൂമിയിൽ വ്യാപിപ്പിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫഫ്ശൂഹു ബൈനക്കും ഫഇന്ന റജുലൽ മുസ്ലിമ ഇദാ മറ ബിഖൗമിൻ. ഒരു മുസ്ലിം ഒരു ജനവിഭാഗത്തിന്റെ അരികിലൂടെ കടന്നുപോയി, ഫസല്ലമ അലൈഹിം, അപ്പോൾ ആ ജനവിഭാഗത്തോട് ഈ മുസ്ലിം സലാം പറഞ്ഞു. ഫറദ്ദു അലൈഹി, അപ്പോൾ ആ ജനവിഭാഗം ഈ മുസ്ലിമിനോട് സലാം മടക്കി. കാനല്ലാഹു അലൈഹി ഫളു ദറജ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയണേ, സലാം പറഞ്ഞ ആളുണ്ടല്ലോ, ആ സലാം മടക്കിയവരെക്കാൾ ഉത്തമൻ ആ കൂട്ടത്തിൽ ആരാണ്? സത്യത്തിൽ സലാം പറയൽ സുന്നത്താണ്, മടക്കലോ നിർബന്ധമാണ്. പക്ഷെ ആ നിർബന്ധം ചെയ്തവരെക്കാൾ കൂലി ആർക്കാ? സുന്നത്ത് ചെയ്ത ആൾക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നു, ഒരു മുസ്ലിം അതിലൂടെ നടന്നുപോയി. അപ്പൊ ആ കൂട്ടം ആളുകളുടെ സുന്നത്തായ സലാം പറഞ്ഞു. ആ കൂട്ടം ആളുകൾ നിർബന്ധ ബാധ്യത എന്നൊക്കെ സലാം മടക്കി. പക്ഷെ അവർ കൂടുതൽ കൂലി ആർക്കാണ്? സലാം പറഞ്ഞവനാണ്. അല്ലേ? എന്തിനാണെന്ന് പറഞ്ഞത്? റദ്ദ അലൈഹി മൻ ഹുവ ഖൈറുൻ മിൻഹു വഅത്യബ്. അവരെക്കാൾ ഉത്തമരായ മറ്റൊരു വിഭാഗം ഇയാളുടെ സലാം മടക്കും. എങ്ങനെയാണെങ്കിൽ ഇയാൾ പറഞ്ഞ സലാം മറ്റുള്ളവർ മടക്കിയില്ല എങ്കിൽ. ഇപ്പൊ നമ്മളൊരു സദസ്സിൽ കയറി വന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പറഞ്ഞു അസ്സലാമു അലൈക്കും, സലാം മടക്കിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു, മടക്കിയില്ല. മൂന്നാം പ്രാവശ്യം പറഞ്ഞു, മടക്കിയില്ല. ബാധ്യത കഴിഞ്ഞു, അല്ലേ? ഈ 3 പ്രാവശ്യം മടക്കിയില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പറയണേ, അത് ആലോചിച്ച് നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങളെ സലാം കേട്ട് ഇവരെക്കാൾ ബെറ്ററായ ആളുകൾ സലാം മടക്കിയിട്ടുണ്ട്. അതാരാണ്? മലായിക്കത്തുകളാണ്. അപ്പൊ നമ്മൾ സലാം പറയുമ്പോ മനുഷ്യര് മാത്രമല്ല സലാം മടക്കണത്, ആര് കൂടി സലാം മടക്കുന്നുണ്ട്? മലായിക്കത്തുകൾ. അപ്പൊ അതുകൊണ്ട് സലാം മടക്കത്തിൽ എന്ത് വേണ്ട? ബേജാറ് വേണ്ടതില്ല. ഇന്നിപ്പോ സലാം പറയലൊക്കെ അങ്ങോട്ട് ഫുള്ള് കളർ പച്ചയും ചോപ്പൊക്കെ ആയിട്ട് സ്റ്റിക്കർ അയച്ചു കൊടുക്കലാണ് വാട്സപ്പിൽ, അല്ലെ? എന്തൊക്കെ കളറില് പൂവായിട്ടും പൂച്ചെണ്ടുകളായിട്ടും തിളക്കമായിട്ടൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കലാണ്. പക്ഷെ അതൊക്കെ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ഡിതന്മാർ ഉലമാക്കൾ പറഞ്ഞെന്താ വെച്ചാല്, ആര് സലാം ഏത് കളറിലെ ഏത് ചൊറുക്കൾ രൂപത്തിൽ അയച്ചാലും നാവ് കൊണ്ട് അതിനെ മടക്കിയിരിക്കണം. അല്ലാതെ സ്റ്റിക്കർ അയച്ചു കൊടുത്ത് മടക്കിയ പോരാ. ചെയ്യലുണ്ടോ? ഉണ്ടോ? അതറിയാത്തോണ്ടാണ്. നമ്മളെ വാട്സപ്പൊക്കെ ഒരു സലാം വന്നു, ഒരു സ്റ്റിക്കർ സലാം, വാലൈക്കും അസ്സലാം അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മാത്രം മതിയോ? പോരാ, വാ കൊണ്ട് അതിനെ മടക്കണം, എന്നിട്ട് അയച്ചു. മനസ്സിലായോ? അപ്പൊ ഇതെന്തിനാ പറഞ്ഞു വെച്ചാല്, അള്ളാഹു അവന്റെ നാമത്തെ ഭൂമിയിൽ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അടിമകളോട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് പരസ്പരം സലാം വ്യാപിപ്പിക്കാൻ പറഞ്ഞു. എന്താ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അർത്ഥം? നിന്റെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിർഭയത്വവും ഉണ്ടാകട്ടെ എന്നാണ്. നിർഭയത്വവും ഉണ്ടാകട്ടെ എന്നാണ്. അതാണ് നമ്മൾ സലാമിലൂടെ പറയുന്നത്, അല്ലേ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ത്? ആരെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവൻ എത്ര കൂലിയാ? എത്ര കൂലിയാ? അശ്റുൻ. എന്തായാലും മടി ഇങ്ങോട്ട് പറ. 10. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അസ്സലാമു അലൈക്കും, എത്ര കൂലിയാ? 20 കൂലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാലോ 30 കൂലിയാണ്.
അല്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളോട് ആരെങ്കിലും ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അതിനേക്കാൾ നല്ല രൂപത്തിൽ നിങ്ങൾ സലാം അടക്കണം എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 കടമകളുണ്ട്, അല്ലേ? ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമു സിത്തുൻ, അല്ലേ? അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 കടമകളുണ്ട്. ആ 6 കടമകളിൽ ഒന്നാമത്തെ കടമ എന്താ? ഓനെ കണ്ടാ മിണ്ടാതെ പോണെന്ന. ഇന്ന് ചില ആൾക്കാരെ കാട്ടിക്കൂടലുണ്ട്, അങ്ങനെ തോന്നുക. മുസ്ലിമിനെ കണ്ടാൽ മിണ്ടാതെ പോകണം, അല്ലേ? ഇപ്പൊ സലാം അടക്കണമെങ്കിൽ ഇപ്പോ ഓൻ ഏത് ഗ്രൂപ്പാണ്, ഏത് സംഘടനയാണ് എന്നൊക്കെ നോക്കണം. ഈ അമ്മന്റെ ആളാണോ എന്നാ വലൈക്കും സലാം, അങ്ങോട്ട് എത്തിക്കുന്ന കാര്യങ്ങള്, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു? ഇദാ ലഖീതഹു ഫസല്ലിം അലൈ, മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ നീ അവനോട് സലാം പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സലാമിന്റെ രൂപങ്ങളാണ് റസൂൽ പറഞ്ഞത്. അത് ഓരോന്നും അധികരിപ്പിക്കും തോറും നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മളിൽ ചില ആളുകളുണ്ട്, നമ്മളല്ല കേട്ടോ, വേറെ ആൾക്കാരാണ്. അതാരാ നിങ്ങള്? നാട്ടിലോടൊക്കെ സലാം പറയും, വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യില്ല, സലാം പറയും. പ്രത്യേകിച്ച് ഉപ്പാനോടും ഉമ്മാനോടൊന്നും സലാം പറയും. മടി. എന്തിനു മടി? സ്വന്തം ജന്മം നൽകിയ ഉമ്മാനോട് സലാം പറയാൻ മടിയോ? ഇപ്പൊ എന്താ കഥ ആലോചിച്ചു, അല്ലേ? ഒന്ന് എല്ലാവർക്കും സലാമാണ്, മിണ്ടിയ സലാം പറയുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും വീട്ടില് സലാം പറയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതകും ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. വിശ്വാസികളെ സ്വന്തം വീട്ടിലേക്കും മറ്റുള്ളവർ വീട്ടിലേക്കും കയറി ചെല്ലുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അനുവാദം ചോദിക്കണം. രണ്ടാമത്തെ സലാം പറയണം. അള്ളാന്റെ റസൂലിന്റെ സഹാബികളുടെ അവസ്ഥ കാണാം. ഒരിങ്ങനെ സലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് അപ്പുറത്തേക്കാണ് പോയി, ഒരു മറ കഴിഞ്ഞ് വീണ്ടും വന്ന് വീണ്ടും സലാം പറയും. വീണ്ടും അതേ അപ്പുറത്തേക്ക് ഒരു മറന്റെ അപ്പുറത്ത് പോയി പുറത്തു വന്നാൽ വീണ്ടും സലാം പറയും. നമ്മളോട് സലാം പറഞ്ഞാലോ എന്ത് സലാമാണത്? നേരത്തല്ല പിടിച്ച് പറഞ്ഞത്, അല്ലേ? ഒന്നൊക്കെ പോരെ, ഇത്ര തീവ്രവാദി ആകണോ എന്നൊക്കെ ചില ആളുകൾ ചിലപ്പോ ചോദിക്കുന്നത് കാണാൻ പറ്റും. ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. ചില ആളുകൾ സലാം പറഞ്ഞാലും മടക്കൂല, അങ്ങനെ മസ്ജിദ് പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റും. ഇതെന്തിനാ റസൂലുള്ള അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചു എന്ന് പറഞ്ഞു നമ്മളോട്? അള്ളാഹുവിന്റെ അസ്സലാമിനെ ഞാൻ ആലോചിക്കാറുണ്ട്, വീട്ടിൽ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ സലാം പറഞ്ഞിട്ട് യാത്രക്ക് വേണ്ടി ഇറങ്ങുമ്പോഴേ, അല്ലെങ്കിൽ ഓലോട് ഫോൺ ചെയ്തിട്ട് ഉമ്മ പോവുകയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഓല് ഇങ്ങോട്ട് പറയും വലൈക്കും അസ്സലാം. ഓലെ പ്രാർത്ഥനക്ക് ഉത്തരണ്ട് എന്നാണ്. എന്താണ് പറയണത്? മോനെ, നിന്റെ മേൽ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ എന്ന്. ഒരു പക്ഷേ ആ യാത്രയിൽ നമ്മെ കാത്തിരിക്കുന്ന വലിയൊരു അപകടമുണ്ടെങ്കിൽ ഉമ്മാന്റെ ആ സലാം അടക്കലായിരിക്കും ചിലപ്പോൾ നമുക്ക് രക്ഷയായിട്ട് വരിക. ചില്ലറ കാര്യമല്ലത്. പക്ഷെ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്ന ജൂതന്മാർ ഇതിനെ വളച്ചൊടിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ കാണുമ്പോൾ പോലും പറയും അസ്സലാമു അലൈക്കും. നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനത്തെ ആൾക്കാർ. അസ്സലാമു അലൈക്കും, ഇത് ചത്തുപോട്ടെ എന്നതിന്റെ അർത്ഥം. പറയുമ്പോ നേരെ പറയണം കേട്ടോ. അർത്ഥം അറിയുന്ന ആളാണ് ചിലപ്പോൾ ഒന്നുകൊണ്ട് കിട്ടും. അസ്സലാമു അലൈക്കും എന്നല്ല, അസ്സലാമു അലൈക്കും എന്നാണ്. ആ ലാമാണ് കളഞ്ഞ വലിയ അപകട. അള്ളാഹുവിന്റെ റസൂലിനോട് ജൂതന്മാർ പറഞ്ഞു അസ്സലാമു അലൈക്കും. കേൾക്കുമ്പോ ദൂരത്തുനിന്ന് പറയുമ്പോ തോന്നുന്നു സലാം പറഞ്ഞു കേണം. തെറ്റിദ്ധരിപ്പിക്കലാണ് ഓലെ പ്രധാന കടമ. യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി, വാക്കുകൾ അതിന്റെ യഥാസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വേറൊന്നാക്കി മാറ്റുക. ജൂതന്മാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോട് ജൂതന്മാർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു അലൈക്കും, നിങ്ങൾ പറഞ്ഞതെന്തോ അതൊന്നൊക്കെ ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് അമുസ്ലിം സലാം പറഞ്ഞാൽ പൂർണ്ണ രൂപത്തിൽ നമുക്ക് സലാം അടക്കാൻ പറ്റൂല. എന്തേ പറയാൻ പറ്റുള്ളൂ? അലൈക്കും സലാം എന്ന് പറയാൻ പറ്റുമോ? വലൈക്കും, അവിടെ നിർത്തണം. മുസ്ലിമിനോടാണ് പൂർണ്ണമായിട്ട് സലാം അടക്കേണ്ടത്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനോട് ജൂതന്മാരെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ആയിഷ ബീവി എന്താ പറഞ്ഞേ? എടാ കൊരങ്ങന്മാരെ വിളിച്ചു. എന്താ വിളിച്ചേ? കൊരങ്ങന്മാരെ. ചില ആൾക്കാർ തെറി വിളിച്ചാലേ പറയാറുണ്ട് ആയിഷ ബീവി വിളിച്ചിട്ടുണ്ടല്ലോ, തെളിവുണ്ടല്ലോ. അങ്ങനത്തെ തെളിവൊക്കെ നല്ലോണം അറിയാം. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തെടുക്കലാണ് നക്കി തുടച്ച് തിന്നുക. അങ്ങനത്തെ ശരിക്കും അറിയാൻ പറ്റും. തിന്നണ വിഷയത്തിലുള്ള സുന്നത്തുകള്, തെറി വിളിക്കുമ്പോഴത്തുള്ള സുന്നത്തുകള്, ഭാര്യ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. അങ്ങനത്തെ തെളിവൊക്കെ ചില ആൾക്കാർ പോക്കറ്റിൽ നിന്ന് അപ്പം എടുത്തു തരും. ഏത് സൂറത്താ, ഏതായത്താ, പക്ഷെ എങ്ങനെ അടിക്കണം, ഏജാതി അടിയ, അതൊന്നും അറിയില്ല. അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന് ഒലക്കേട്ടാകാം, മുണ്ടം വടിയേട്ടാകാം, വറവം കൊള്ളിയേട്ടാകാം. അതൊക്കെ ഓരോരുത്തർ ഓപ്ഷൻ എന്നാ വിചാരിച്ചത്. പാടില്ല. അങ്ങനത്തെ തെളിവൊക്കെ പഠിക്കുമ്പോൾ മറ്റേ കൂടി നമ്മൾ പഠിക്കണ നല്ലതാ. ആയിഷ ബിയുടെ റസൂൽ എന്ന് പറഞ്ഞ് ആയിഷ അങ്ങനെ പഠിക്കരുത് എന്നാണ്. അത് കണ്ടിട്ടുണ്ടാവില്ല. ആയിഷ ബിയോട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യ നബിയെ സൃഷ്ടിച്ച സമയത്ത് മറ്റൊരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ പറയാണ്.
ഇസ്ലാമിന്റെ അഭിവാദ്യ വചനമാണ് സലാം. അത് നമുക്ക് എവിടെയും പറയാം കേട്ടോ. പറയാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാത്രം ബാത്റൂമിൽ നിന്ന് സലാം പറയാൻ പറ്റുമോ? ആൾക്കാർ ഫോണോട്ടാണ് പോകും ബാത്റൂമിൽ. ഈ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ആയതുകൊണ്ട് സുഖമാണല്ലോ, കുറെ നേരം ഇരുന്നിട്ട് വാട്സാപ്പിൽ റീപ്ലൈ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കണ്ടാവും, അതിൽ കൂട്ടത്തിൽ സലാമും പോകണ്ടാവും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അവിടുന്ന് മടക്കാനും പറ്റൂല, പറയാനും പറ്റിയ സ്ഥലം അല്ലാതെ, അത് ഔട്ട് ഓഫ് കവറേജ് ഏരിയ. അപ്പൊ ആരെങ്കിലും സലാം പറഞ്ഞ് അങ്ങനെ പറയാം. പരമാവധി ഫോണോട്ടൊന്നും ബാത്റൂമിൽ പോകാതിരിക്കുക. അതിനൊരു ശൈത്താനിയത്താണ്, അത് വേറെ വിഷയം കേട്ടോ. ഞാൻ പറയുന്നത് വെച്ചാല്, ഒരു മരണ വീട്ടിൽ ചെന്നാലും ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളടുക്കൽ ചെന്നാലും സലാം പറയുന്ന സമയത്ത് നമുക്ക് പറയാം. ഒരു മരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന വീട്ടിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നമുണ്ടോ? ഇല്ല. എന്താ നമ്മുടെ യൂറോപ്യൻസിന്റെ അഭിവാദ്യ വചനങ്ങൾ ചെന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾ നേരം വിളിക്കുമ്പോ ഗുഡ് മോർണിംഗ് അല്ലേ, മരിച്ച വീട്ടിൽ ചെന്നിട്ടേ. പിന്നെ ഒരു മയ്യത്തിന്റെ അപ്പുറത്ത് നമ്മളെ കടത്തേണ്ടി വരും. പിന്നെ അവിടെ ഗുഡ് മോർണിംഗ് അല്ല, പിന്നെയോ അവിടെ ബാഡ് മോർണിംഗ് ആണ്. അപ്പോ ദൈവിക മതത്തിന്റെ പ്രത്യേകതയാണത്. ഇത് എവിടെയും ഏത് സങ്കടപ്പെടുന്നവനോടും സന്തോഷപ്പെടുന്നവനോടും നമുക്ക് ഒരേപോലെ പറയാൻ പറ്റിയ ഒരു അഭിവാദ്യ വചനമാണ് അസ്സലാമു അലൈക്കും. മാത്രമല്ല, ആദ്യ നബിയെ സൃഷ്ടിച്ച സമയത്ത് അള്ളാഹു മലക്കുകളെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അവരോട് ചെന്ന് സലാം പറയണം. അവരെന്താണോ സലാം അടക്കുന്നത് അതാണ് നിങ്ങൾക്കും. നിങ്ങളുടെ സന്താനങ്ങൾക്കും ഇനിയുള്ള അഭിവാദ്യ വചനം. അപ്പൊ അവിടുന്ന് തുടങ്ങിയതാണ് ഒന്നാമത്തെ മനുഷ്യൻ. ഇനി നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് ചെന്നാലും നമുക്ക് അവിടെ എന്ത് കേൾക്കാൻ പറ്റും? സലാമിനെ കേൾക്കാൻ പറ്റും. അപ്പൊ അള്ളാഹുവിന്റെ അസ്സലാം എന്ന് പറയുന്ന നാമം ഭൂമിയിൽ അള്ളാഹു നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ രൂപത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ പറ്റും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു ശ്രദ്ധേയമായൊരു സംഭവമാണ് മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സംഭവം. ശ്രദ്ധിച്ച് കേൾക്കേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖാലിദ് ബിൻ വലീദിനെ യമനിലേക്ക് പറഞ്ഞയച്ചു. ഖാലിദ് ബിൻ വലീദ് ആരായിരുന്നു? ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. പിന്നീട് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ ഖാലിദ് ബിൻ വലീദിനെ യമനിലേക്ക് പറഞ്ഞയച്ചു. ബർറാ ഇബ്നു ആസിബ് പറയാണ്, ഞാനും ഖാലിദിന്റെ കൂടെ യമനിലേക്ക് പോയി. നബിയാണ് പറഞ്ഞയച്ചത് ഞങ്ങളെ, ഞാനും പോയി. ഖാലിദ് ബിൻ വലീദ് യമനിൽ 9 ദിവസം ഉണ്ടായിരുന്നു. 9 ദിവസം 9 മാസം അവിടെ ഈ 9 മാസം ദഅവത്തും കാര്യങ്ങൾക്കുമായിട്ട് അദ്ദേഹം അവിടെ നിന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ദഅവത്ത് കേട്ട് ആരും സ്വീകരിച്ചില്ല. ഹദീസിൽ വന്നത് ലാ യുജീബൂനഹു ഇലാ ശൈഇ, ഒരാളും അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തില്ല. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നില്ല. അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, ആളുകളുടെ മനസ്സുകൊണ്ടായിരുന്നു. തൗഫീഖില്ല. അങ്ങനെ ഈ വിവരം ആരറിഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ഉടനെ തന്നെ റസൂലുള്ളാഹി വേറെ ആളെ പറഞ്ഞയച്ചു യമനിലേക്ക്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമുക്ക് സുപരിചിതനായ സഹാബിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചു. കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലി, നിങ്ങൾ യമനിലെത്തിയാൽ ഖാലിദിനോട് ഉടനെ തന്നെ മദീനയിലേക്ക് തിരിച്ചു വരാൻ പറയണം. നിങ്ങൾ അവിടെ ചെല്ലണം. അങ്ങനെ ബർറാ റളിയല്ലാഹു അൻഹു പറയണം. അദ്ദേഹമാണ് ഈ സംഭവം പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു യമനിലെത്തി. ഖാലിദ് ബിൻ വലീദ് മടങ്ങിപ്പോന്നു. പക്ഷെ ഖാലിദിന്റെ കൂടെ ഞാൻ പോകുന്നില്ല, ഞാൻ അലിയുടെ കൂടെ യമനിൽ നിന്നു. ആര്? ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയച്ചു, ഒരു ലെറ്റർ കൊടുത്തയച്ചു. അങ്ങനെ യമനിലെത്തിയ അലി റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളായ ആളുകളെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫജ്ർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈനായിട്ട് നിർത്തുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തുവിട്ട ആ കത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ശേഷം അവിടെയുള്ള ആളുകളൊക്കെ കേൾക്കുന്ന രൂപത്തിൽ ഉറക്കെ വായിച്ചപ്പോൾ നമുക്ക് ചരിത്രത്തിൽ കാണാം, ഹമദാൻ അറിയപ്പെട്ട ഗോത്രമായ യമനികൾ മുഴുവനായും ഒരാൾ പോലും ഇല്ലാതെ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ റസൂലുള്ളാഹിക്ക് ഒരു കത്ത് തിരിച്ചയച്ചു. നബിയെ, നിങ്ങളുടെ കത്ത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. ഹമദാൻ ഗോത്രം മുഴുവനായി ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ഇതായിരുന്നു തിരിച്ചയച്ച കത്തിലുള്ള വരി. കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിച്ച ഉടൻ അല്ലാഹുവിന്റെ റസൂൽ ആദ്യം പറഞ്ഞ വാക്കെന്തറിയോ? അല്ലാഹു അക്ബർ.
അല്ലാഹു അക്ബർ. ഉടനെ തന്നെ ശുക്റിന്റെ സുജൂദിലേക്ക് വീണു, ശുക്റിന്റെ സുജൂദ് ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലാ ഹമദാൻ, അസ്സലാമു അലാ ഹമദാൻ, അസ്സലാമു അലാ ഹമദാൻ. ഹമദാൻ ഗോത്രത്തിന്റെ മുകളിൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ, നിർഭയത്വം ഉണ്ടാകട്ടെ എന്ന് 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. മഹാനായ തുഫൈൽ ഇബ്നു ഉബൈ എന്ന് പറയുന്നൊരു സഹാബിയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നും മാർക്കറ്റിലേക്ക് പോകും. നമ്മൾ എന്തിനാ മാർക്കറ്റിലേക്ക് പോവാ? ഒന്നുകിൽ വല്ല സാധനങ്ങളും വിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ വിലപേശാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചന്തകളിലേക്കും മാർക്കറ്റിലേക്കും പോവാം. എന്നാൽ ഇബ്നു ഉമർ ഇതിനൊന്നിനുമല്ല പോയിരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അള്ളാഹുവിന്റെ പള്ളികളാണ്. അതേ ഹദീസിൽ എന്താ പറഞ്ഞത്? അബ്ഗദുൽ ബിലാദി ഇലല്ലാഹ് അസ്സൂഖ്, അസ്വാഖ്. അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള സ്ഥലങ്ങൾ അങ്ങാടികളാണ് എന്നാണ്. ആ അങ്ങാടിയിലേക്ക് എന്തിനാണ് മഹാനായ ഇബ്നു ഉമർ എന്നും പോയിരുന്നത്? മാത്രമല്ല, സഹാബികളോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആദ്യം മാർക്കറ്റിലെത്തുന്നവരാകരുത്, അവസാനം തിരിച്ചു പോരുന്നവരുമാകരുത്. അതിന് ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതൊക്കെ കേട്ട് മുത്തബിഉ സുന്നയായ അദ്ദേഹം പിന്നെ ഇതൊക്കെ കേട്ടിട്ട് പിന്നെ എന്തിനാ പോയെ? അപ്പൊ ഒന്ന് പഠിക്കേണ്ടതല്ലേ വിഷയം? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം മരുഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥലത്ത് ഒട്ടകത്തെ ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിച്ചിട്ട് ആ ഒട്ടകപ്പുറത്തിങ്ങനെ ഇരുന്നിട്ട് ഇബ്നു ഉമർ വെറുതെ ചിരിക്കുന്നത് കണ്ടു വേറൊരാൾ. നിങ്ങൾ ആരോടാണ് ചിരിക്കുന്നത്? എന്തിനാ നിങ്ങൾ വെറുതെ ചിരിക്കുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്ന കാലത്ത് ഈ ഭാഗത്തെത്തിയപ്പോൾ ഒട്ടകത്തെ ഇങ്ങോട്ട് തിരിച്ചപ്പോൾ ചിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റിയ സഹാബിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുത്തബിഉ സുന്ന എന്നുള്ള അപരനാമം ലഭിക്കാൻ കാരണം. എന്തിനാണ് അദ്ദേഹം മാർക്കറ്റിലേക്ക് പോയിരുന്നത്? തുഫൈൽ ഇബ്നു അംർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആവശ്യമില്ലാതെ മാർക്കറ്റിലേക്ക് പോകുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലാം പറയാൻ. കുറെ ആളുകൾ അവിടെ കാണുമല്ലോ, കാണുന്നവരൊക്കെ സലാം പറയാനാണ് ഞാൻ പോകുന്നത്, അതിലൂടെ കിട്ടുന്ന പ്രതിഫലം കരസ്ഥമാക്കാൻ. സുബ്ഹാനല്ലാഹ്. നമുക്കിതൊക്കെ പറയാൻ അവകാശം ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്നും ടൗണിലേക്ക് അദ്ദേഹം പോയിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. മാത്രമല്ല, അവിടെ ആൾ സാന്നിധ്യമുള്ള സ്ഥലമാണല്ലോ, സലാമിന്റെ മഹത്വവും അതുപോലെ തന്നെ പ്രചരിപ്പിക്കാനും ഒക്കെ എളുപ്പമാണല്ലോ എന്നായിരുന്നു അദ്ദേഹം അത് പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ 2 പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് 3 ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ അസ്സലാമുണ്ട്. ഒരു മനുഷ്യൻ ഏറ്റവും സങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന 3 പീരീഡുകളുണ്ട്. അതിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ 2 നബിമാരുണ്ട്. അവർക്ക് അതിൽ സമാധാനമുണ്ട്. ആ നബിമാരിൽ ഒരാളാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, വസ്സലാമു അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. മറ്റൊരു പ്രവാചകനെ കുറിച്ച് ഈസാ നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വസ്സലാമു അലയ്യ യൗമ ഉലിദതു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. ഇത് 2 നബിമാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞ ആയത്തുകളെ ഖുർആനിലെ. എന്താ അതിന്റെ അർത്ഥം? വസ്സലാമു അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. യഹ്യാ നബിയെ കുറിച്ച് പറഞ്ഞ ആയത്താണ്. യഹ്യ ജനിച്ച ദിവസം അദ്ദേഹത്തിന് സലാമുണ്ട്. ജനനം, അതിൽ അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ സലാമുണ്ട്. രണ്ടാമത്, മരിക്കുന്ന ദിനവും അല്ലാഹുവിന്റെ സുരക്ഷ കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹം. എത്ര സങ്കീർണമായ ഭയമുണ്ടാകുന്ന സമയമാണ് മരണം. മൂന്നാമത് പറഞ്ഞത്, പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന സമയത്തും യഹ്യാ നബിക്ക് അല്ലാഹുവിന്റെ സുരക്ഷയുണ്ട്. ജനനം, മരണം, പുനർജീവിതം, ഈ 3 ഘട്ടത്തിലും സുരക്ഷ കിട്ടിയ പ്രവാചകനാണ്, സലാം കിട്ടിയ പ്രവാചകനാണ് യാക്കൂബ് നബിയുടെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ മകൻ അല്ലേ? യഹ്യാ നബി ആരുടെ മകനാണ്? സക്കരിയ നബി. സക്കരിയ നബിയുടെ മകൻ യഹ്യാ നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. അതുപോലെ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞെന്താ? അദ്ദേഹം പറയാണ്, ഞാൻ ജനിച്ച ദിവസം, അതുപോലെ ഞാൻ മരിക്കുന്ന ദിവസം,
ഞാൻ ഉയർത്തി എന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എനിക്ക് അള്ളാഹു സുരക്ഷ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പ്രവാചകന്മാരുടെ സ്ഥാനം എടുത്തു കാണിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഈ ആയത്തുകൾ ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും കേട്ടോ. അപ്പൊ ഈ മൂന്ന് പ്രത്യേക സമയം അത്രയും ഭയമുണ്ടാകുന്ന, ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ജനനം, മരണം, പുനരുജ്ജീവിതം. ആ സമയത്ത് അവർക്ക് വിജയമുണ്ട്, സമാധാനമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന അദ്ദേഹം പറയുന്നതായി കാണാം, ഔഹശു മാ യകൂനുൽ മർഉ ഫീ സലാസതി മവാത്തിനിൻ. എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ ഭയചകിതമാകുന്ന 3 സന്ദർഭങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഭയം ചകിതനാകുന്ന 3 സമയങ്ങളുണ്ട്. ഒന്ന് യൗമ യൂലദ്, ഒന്നവൻ ജനിക്കുന്ന ദിവസമാണ്. ആ സമയത്ത് സുരക്ഷ കിട്ടിയ 2 പ്രവാചകന്മാരാണ്. ഫയറാ നഫ്സഹു ഖാരിജൻ മിമ്മാ കാന ഫീ. കാരണം എന്താ? എന്തുകൊണ്ട് ജനിക്കുമ്പോ സമയത്ത് ഇത്ര പേടി ഉണ്ടാകാൻ കാരണം, ഇത്രയും കാലം അവൻ കാണാത്ത ഒരു ലോകത്തേക്കാണ് അവൻ വന്നിട്ടുള്ളത്. അപ്പൊ പേടിയുണ്ടാവും, സ്വാഭാവികമല്ലേ? ആ പേടിയിൽ നിന്നുള്ള സുരക്ഷ കിട്ടിയ പ്രവാചകന്മാർ. ഇത്രയും കാലം എവിടെയായിരുന്ന കുട്ടി? ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്നു. ആ സുരക്ഷയായ അറയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന കാലാവസ്ഥ, ആ സമയത്തുണ്ടായിരുന്ന ഭക്ഷണം, ആ സമയത്തുണ്ടായിരുന്ന ഓക്സിജൻ എല്ലാം അവിടെ റെഡിയായിരുന്നു അല്ലേ? ഒരു AC ഇല്ല. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മുടെ ജീവനോടെ ഉണ്ടായപ്പോൾ നമുക്ക് അവിടെ AC-ന്റെ ആവശ്യം വന്നിട്ടില്ല, ഒരു ഫാനിന്റെ ആവശ്യം വന്നിട്ടില്ല. കാലാവസ്ഥ ഉള്ള പാകത്തിന് അവിടെ ക്ലിയർ ആക്കി തന്നു അല്ലേ? ആ ലോകത്ത് നിന്ന് പുറത്തു വന്നപ്പോ തീർത്തും ഇതിനൊക്കെ വിപരീതമായ ഒരവസ്ഥയിലേക്ക് വന്നപ്പോ മനുഷ്യന് ബേജാറുണ്ടാവും. ആ സമയത്ത് അള്ളാഹു സുരക്ഷ നൽകിയ 2 പ്രവാചകന്മാർ. ആ സംഭവം പറയുന്ന ഭാഗത്തെ ഖുർആൻ അസ്സലാം എന്ന് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു കവി പാടിയത്, വലദത്ത് കൗമുക യബ്ന ആദമ ബാഖിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ ഫഅമൽ ലിയൗമിക അൻ തകൂന ഇദാ ബഖൗ ഫീ യൗമി മൗതിക ലാഹികം മസ്റൂറ. സുന്ദരമായ 2 വരികളാണ്. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോ നീ കരയുകയായിരുന്നു, നിന്റെ ചുറ്റുമുള്ളവർ ചിരിക്കുകയായിരുന്നു, കുട്ടിയുണ്ടായല്ലോ എന്നുള്ള സന്തോഷത്തിൽ. എന്നാൽ നിനക്കൊരു മരണം വരാനുണ്ട്. ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് നീ അധ്വാനിക്കണം. എന്തിനു വേണ്ടി? നിനക്ക് ചിരിച്ചു മരിക്കാൻ, നിന്റെ ചുറ്റുമുള്ളവർ കരയുമ്പോൾ. അതാണ് ജനനം എന്ന് പറഞ്ഞാൽ, അതാണ് മരണം എന്ന് പറഞ്ഞാൽ. സുഫിയാൻ ഇബ്നു ഉയൈന പറയാണ്, രണ്ടാമത്തെ അവസ്ഥയെ പറ്റി അദ്ദേഹം പറയുന്നു, വയൗമ യമൂതു, മരണത്തിന്റെ ദിവസമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഫയറാ ഖൗമൻ ലൻ യകുൻ ഐനഹും, ഒരു മനുഷ്യൻ അവന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത പലതും കാണുന്ന സമയമാണ്. ശരിയല്ലേ? നമുക്ക് മലക്കുൽ മൗത്തിനെ തോന്നുമ്പോൾ കാണാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നമ്മൾ കാണും. നമ്മുടെ ചുറ്റും ചിലപ്പോൾ ചുറ്റും ഇങ്ങനെ മന്ത്രമോദി, നമുക്ക് വേണ്ടി കലിമ ചൊല്ലി, നമുക്ക് വേണ്ടി വെള്ളം തൊട്ടു തരാനൊക്കെ ചുറ്റും ആളുകളുണ്ടാവും. അവരൊന്നും കാണാത്ത കാഴ്ച മലർന്നു കിടന്ന് കട്ടിൽ കിടക്കണേ നമുക്ക് കാണാൻ പറ്റും. ആ മലക്കിന്റെ പേരാണ് മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് മാത്രല്ല അല്ലേ, മദ്ദ ബസ്വരി, അവന്റെ കണ്ണെത്തുന്ന ദൂരത്ത്. ആ മലക്കുൽ മൗത്തിന്റെ പിറകെ അതിനേക്കാൾ എണ്ണം മലക്കുകൾ വേറെ ഉണ്ടാവും. ആ മലക്കുകളെ കാണുമ്പോ ഏതായാലും ബേജാറുണ്ടാവും. ആ ബേജാറിനെ കുറിച്ചാണ് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന പറയുന്നത്, മലക്കുൽ മൗത്തും കൂടെ വരുന്ന മലക്കുകളുമാണത് എന്ന്. തവഫത്തുഹു റസൂലുനാ, അവരെ മരിപ്പിക്കുന്നത് നമ്മുടെ ദൂതന്മാരാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ മലക്കുകളെ കുറിച്ചായി പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ആർക്ക് പേടിയുണ്ടാവും? മനുഷ്യർക്ക് ഭയം ഉണ്ടാവും. പക്ഷെ ആ പേടിയിൽ നിന്ന് അള്ളാഹ് സുരക്ഷ നൽകിയ 2 നബിമാരാണ് യഹ്യാ നബിയും അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം. ഈ 2 പ്രവാചകന്മാർ ചില്ലറക്കാരിയാണോ ആ സുരക്ഷ? സുഫിയാൻ ഉയൈന മൂന്നാമത്തെ കാര്യം പറയുന്നു, വയൗമ യുബഅസ്, അവനെ ഉയർത്തി എന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഫയറാ നഫ്സഹു ഫീ മഹ്ശറിൻ അദീം, കുറേ ജനങ്ങൾക്കിടയിൽ അവനിങ്ങനെ നഗ്നപാതനായി, ശരീരത്തിൽ വസ്ത്രമില്ലാതെ, ഒരു ചാടകല സൂര്യൻ ഇങ്ങനെ നിന്നുകൊണ്ട് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ബേജാറായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്തും സുരക്ഷ നൽകിയ പ്രവാചകന്മാരാണ് യഹ്യാ നബിയും ഈസാ നബിയും. ചില്ലറ ഘട്ടങ്ങളാണോ ഇത്? ചെറിയ വിഷയങ്ങളാണോ ഇത്? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ അല്ലേ, അവർ വിവാദനം ചെയ്യാൻ നബി പറഞ്ഞു അത്രേ, നാളെ പരലോകത്ത് ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട് മനുഷ്യർ വരാൻ. കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിലെ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. എന്താണ്? മനുഷ്യർ ഉയർത്തി എഴുന്നേറ്റ് വരുമ്പോ അവരുടെ വയസ്സ് വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല, അതിന് പ്രത്യേക തെളിവുകളില്ല.
ഏത് പ്രായത്തിലാണോ നമ്മൾ മരിച്ചത് ആ പ്രായത്തിൽ ഉയർത്തിയെന്നേറ്റ് വരിക. വിശദീകരണങ്ങൾ പലതുമുണ്ട്. എന്താണത്? ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വന്നതുപോലെ കമാ ബദഇനാഹു അവ്വല ഖൽഖിൻ നുഈദു, ഒന്നാമത് നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നാമത് സൃഷ്ടിച്ചപ്പോൾ കാല് ചെരുപ്പില്ല, ഒന്നാമത് സൃഷ്ടിച്ചപ്പോൾ ചേലാകർമ്മം ചെയ്തിട്ടില്ല, ഒന്നാമത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോ നമുക്ക് വസ്ത്രമില്ല. ആ വ്യാഖ്യാനങ്ങളെ പണ്ഡിതന്മാർ കൊടുത്തല്ല. അത് വയസ്സിൽ എന്തില്ല വ്യത്യാസം വരുന്നില്ല. വയസ്സിൽ വ്യത്യാസം വരുന്നത് എവിടെ വെച്ചിട്ടാ? സ്വർഗത്തിൽ വെച്ച. സ്വർഗത്തിൽ എല്ലാവരും മധ്യവയസ്കരാണ്. സ്വർഗത്തിൽ എല്ലാവരും ആദം നബിയുടെ ഉയരമുള്ള 60 മുഴമാണ് എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ആയിഷ ബി ചോദിച്ചില്ലേ, നബിയെ, ഇങ്ങനെ വിവസ്ത്രരായി മനുഷ്യർക്ക് പരലോകത്ത് വന്നാൽ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, അവർ ഔറത്തുകളിലേക്ക് അവർ നോക്കൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ അൽ അംറു അശദ്ദു മിൻ അൻ യുഹമ്മിഹും ദാലിക, വിചാരിക്കുന്നത് പോലെയുള്ള കാര്യം ഭീകരതയുടെ ലോകാണ്. പരസ്പരം ഔറത്തിലേക്ക് നോക്കിയിട്ട് കളിയാക്കേണ്ടുന്നൊരു സമയമായിരിക്കില്ല അത് എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയുള്ള ഭീതിയുടെ അവസരത്തിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആദരവായിട്ടാണ് യഹ്യ ബിനു സക്കരിയക്കും ഈസ ബിനു മറിയമിനും അള്ളാഹു ഈ സുരക്ഷ നൽകിയത് എന്ന് നമുക്ക് കാണുവാൻ പറ്റും. ഈ സുരക്ഷിതത്വവും നിർഭയത്വവും സമാധാനവും അള്ളാഹു നമ്മളിലും ഈ സമയങ്ങളിലൊക്കെ നൽകുമാറാകട്ടെ. മരണവേളയിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ 2 വചനങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി. എന്താണ് ആ വചനം? ഫഇദാ ജാഅ അൽ ഖൗഫു റഅയ്തഹും യൻദുറൂന ഇലൈക തദറൂന ഐനുഹും കല്ലദീ യുഅ്ശാ അലൈഹി മിനൽ മൗത്ത്. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ ആയത്താണത്. യുദ്ധസന്ദർഭമായാൽ കപട വിശ്വാസികളുടെ സ്വഭാവത്തെ കുറിച്ച് പറയാണ്. യുദ്ധത്തിന്റെ സീസൺ എത്തിക്കഴിഞ്ഞാൽ, യുദ്ധത്തിന് കപട വിശ്വാസികൾ വിളിച്ചു കഴിഞ്ഞാൽ ഓല കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പറയുന്നത് കാണാം. ശുദ്ധ ഖുർആൻ പറയാം, ഏതുപോലെ മരണത്തിന്റെ സമയത്ത് ചില ആളുകളുടെ കണ്ണുകൾ പരക്കം പായുന്നത് പോലെ. മരണസമയത്ത് ചില ആളുകളെ കണ്ണ് പരക്കം പായിഞ്ഞ് ചിലപ്പോ ഈ കണ്ണിന്റെ കൃഷ്ണമണി മുകളിലേക്ക് മറിഞ്ഞ് കണ്ണ് വെള്ളയായി നിൽക്കുന്നൊരു സമയം ഉണ്ടാവും. ചില ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, ബോധം കെട്ട ആള് നോട്ടത്തിലേക്ക് നോക്കണ പോലെ ആയിരിക്കും. ആ സമയത്ത് മുനാഫിക്കുകളായ ആളുകൾ യുദ്ധത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് സുരക്ഷ വേണം, സമാധാനം വേണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് ധാരാളം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. നിസ്കാര ശേഷം നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ ചില നബിമാരെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് കാണാം, വസ്സലാമുൻ അലൽ മുർസലീൻ. എന്താ അർത്ഥം? അള്ളാഹുവിന്റെ മുർസലീങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയുണ്ട്, സമാധാനമുണ്ട്. പിന്നെ നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞ എന്താണ്? സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞതായി കാണാൻ പറ്റും. സലാമുൻ അലാ മൂസ വ ഹാറൂൻ, അവരെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. സലാമുൻ അലാ ഇല്യാസീൻ, ഒരു പ്രവാചകനാണ്. വസ്സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ, ഹിദായത്തിനെ പിൻപറ്റുന്നവരാരാണോ അവർക്കും അള്ളാഹുവിന്റെ സുരക്ഷയുണ്ടാകട്ടെ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നബിമാരുടെ പേരെടുത്ത് പറയാൻ തന്നെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അള്ളാഹു ഈ ദാറുസ്സലാമിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അതാണ് സ്വർഗം. ആ സ്വർഗമാണ് ദാറുസ്സലാം. അതിലേക്ക് പ്രവേശിക്കാനാണ് അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെയും അതിന്റെ പ്രായോഗിക വിശദീകരണമായ ഹദീസുകളിലൂടെയും സന്ദേശങ്ങളും നിയമനിർദ്ദേശങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതനുസരിച്ച് ജീവിച്ചാൽ ദുനിയാവിലും സുരക്ഷയാണ്, ഖബറിലും സുരക്ഷയാണ്, പരലോകത്തിലും സുരക്ഷയാണ്. അതാണ് ഈ സുരക്ഷ നൽകുന്നവനാണ് അസ്സലാം. അതുകൊണ്ട് അള്ളാഹുവിനോട് എപ്പോഴും, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് മറന്നാലും നമസ്കാര ശേഷം നമ്മൾ ചൊല്ലുന്ന അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവേ സുരക്ഷയും സമാധാനവും എനിക്കും തരണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ഇന്നിവിടെ ചെലവഴിച്ച ഈ അല്പസമയം റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഹോസ്പിറ്റലിലാണ്, കുറച്ച് പ്രയാസകരമായ ഒരവസ്ഥയിലാണ്. അതായത് ഒരു ഓപ്പറേഷൻ 2 ദിവസത്തിന് ശേഷം ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു മൂത്രസംബന്ധമായ ഒരു പ്രയാസമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട പിതാവിന് ശിഫാഉൻ ആജില പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തെ അല്ലാഹു എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ വലിയ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും സാമ്പത്തിക കെടുതിയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിൽ ഏത് സമയത്ത് റഹ്മാനായ റബ്ബ് നമുക്ക് വിധിക്കപ്പെട്ട മരണത്തെ കണ്ടുമുട്ടേണ്ടി വന്നാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി സ്വർഗത്തിലും അകാദം കണ്ടു മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സാധുക്കളായ പാപികളായ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അല്ലാഹു വേർതിരിച്ച് പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.